പെണ്ണൊരു കാര്യവുമായിട്ട് വന്നു കഴിഞ്ഞാൽ ആ പെണ്ണ് പറയുന്നതിനാണ് വാല്യൂ. അപ്പോൾ അങ്ങനെയുള്ളൊരു സംഭവ സ്ഥലത്ത് അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് അത് ഉണ്ടാവാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു വീഡിയോ അല്ലെങ്കിൽ ഒരു തെളിവ് നമ്മുടെ കയ്യിൽ വേണം. ഈ തെളിവുകൾ ഉണ്ടെങ്കിലും ആ പെണ്ണൊരു വേറെ രീതിയിൽ പരാമർശം നടത്തി കഴിഞ്ഞാൽ ആ പെണ്ണ് പറയുന്നതാണ് സത്യം എന്ന് വിചാരിക്കുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ നാട്ടിലുള്ളത്. പക്ഷെ അതൊക്കെ പൊളിച്ചെഴുതുന്ന ഒരു കാലഘട്ടത്തിലേക്ക് ഇപ്പോൾ മാറിയിട്ടുണ്ട്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും അതേപോലെ വേണ്ട വിഷയത്തിലൊക്കെ നമ്മളത് കണ്ടതാണ്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഈ പയ്യൻ ഈ വീഡിയോ എടുത്തില്ലായിരുന്നെങ്കിൽ ആ പയ്യനെതിരെ വരാൻ പോകുന്ന പരാമർശങ്ങളും ആ പയ്യനെതിരെ ആ പയ്യൻ അനുഭവിക്കേണ്ടി വരുന്ന കോൺസിക്വൻസസ് ഒക്കെ എത്രത്തോളം ആയിരുന്നേനെ. ആ പയ്യനെ നാട്ടിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാവത്തില്ലായിരുന്നോ? അപ്പോൾ അവൻ ആ വീഡിയോ എടുത്തതുകൊണ്ട് പെൺകുട്ടിയുടെ സംസ്കാരവും പെൺകുട്ടിയുടെ നിലപാടും അറിയാൻ പറ്റി. ഇപ്പം എന്തൊരു മാന്യമായിട്ടാണ് ഇവിടെ സംസാരിക്കുന്നത്. അപ്പോൾ അന്നേരം സംസാരിച്ചെന്താ വീഡിയോ എടുക്കുന്നതിൻ്റെ തരിപ്പായിരിക്കും കാണിക്കുന്നതെന്ന്. എന്നാൽ എനിക്കിതൊന്നും കണ്ടിട്ട് എനിക്ക് കണ്ട കാര്യങ്ങൾ പറയാൻ പറ്റില്ല. ഇവിടെ ആരും അനുഭവമോ, ബിഗ് ബോസിൽ അനുഭവമോ ഇങ്ങനെയൊക്കെ പറയാനായിട്ട്? ഇതൊക്കെ എന്തോ ഒന്ന് ആവാൻ വേണ്ടിയിട്ടുള്ളൊരു പരിപാടിയാണ്. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കുറച്ച് ഫെയിം ആവാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പരിപാടിയാണ്. ഇതിൽ പിന്നെ പുള്ളിക്കാരി പറയുന്ന വേറൊരു കാര്യമുണ്ട്.